എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിപിൻ ജോഷ ബേബി. ഇതിൻ്റെ ആക്ടിങ് സൈഡ് ആൻഡ് ടെക്നിക്കൽ സൈഡിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു, ഇതിന് വളരെ വലിയൊരു പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്ത 9-ാം തീയതി റിലീസിന് വരുന്നത്. അതിന് ഈ ദൈവത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും, കടന്നു വന്ന നിങ്ങൾക്കും, അതുപോലെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയാതിരുന്ന അഞ്ജലി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സാരഥികൾക്കുള്ള നന്ദിയും ഞാൻ ഈ പരസ്യമായി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇതിനെ വിജയിപ്പിക്കണം. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ സിനിമയിലെ നായകനൊക്കെ എത്തിയിട്ടുണ്ട്. അവരാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. നായികയായിട്ടുള്ള അനുമോളും നായകനായിട്ടുള്ള കിച്ചുവും മറ്റൊരു നായകനായിട്ടുള്ള ജോജു ഇവിടെ വന്നിട്ടില്ല. ഈ സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ്. സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ്. സഹായി പ്രസാദിനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു കാണും. ഏതൊരു മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ആ പ്രദക്ഷിണ വഴിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും മറ്റു സുഹൃത്തുക്കളും സഹായിക്കുക. കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മീഡിയാസിനാണ് സഹായിക്കാൻ കഴിയുക. ഇതൊരു പരീക്ഷണ സിനിമയൊന്നുമല്ല. ഇതൊരു പാവം സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന, പൂക്കച്ചവടം നടത്തുന്ന താമര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത സമരത്തിൻ്റെ, സഹനത്തിൻ്റെ, എന്നാൽ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണിത്. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയ വഴി കഴിയട്ടെ. ഈ സിനിമ എല്ലാവരും കാണട്ടെ. ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയുടെ, പ്രാർത്ഥനകളോടെ ഇതിലെ ഒരു ചെറിയ കഥാപാത്രം ചെയ്ത ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാനും കാത്തിരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.